പ്ലേബാക്ക് സിംഗിങ്ങിൽ 25 വർഷത്തിന്റെ നിറവ് തികയ്ക്കുന്ന ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമ്മളുടെ കൂടെ ഉള്ളത്. നമ്മുടെ സ്വന്തം അഫ്സലിക്ക. വെൽക്കം ടു സെല്ലുലോയിഡ്. താങ്ക് യു. 25 കൊല്ലം പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് വന്നിട്ട് യെസ്, ഇത്രയും ടൈമായി. ഇപ്പോഴും കല്യാണത്തിന്റെ അന്നാവട്ടെ, കല്യാണ തലേന്നാവട്ടെ, ബ്രൈഡൽ ഷവർ, ഹൽദി, എന്താഘോഷം, മാമോദീസ, എന്തിനാണെങ്കിലും ഇക്കാടെ ശബ്ദമില്ലാതെ ഞങ്ങൾക്ക് ഒരു ആഘോഷമില്ല. വലിയൊരു ഭാഗ്യം തന്നെയാണ് ശരിക്കും. കാരണം ഒരു പ്ലേബാക്ക് സിംഗർ ആകാന്നുള്ള ഒരു വലിയൊരു ഭാഗ്യം, അതാകാൻ പറ്റി. പിന്നെ പാട്ടുകൾ പാടുക എന്നുള്ളതും അത് എന്നും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുക എന്നുള്ളതും അത് വലിയൊരു ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അതെ. അതൊക്കെ എനിക്ക് അന്ന് കിട്ടി. ഇന്ന് എന്തോരം പാട്ടുകളാണ്, എന്തോരം പാട്ടിന് ഒരു പഞ്ഞവും. എന്നിട്ടും ഇപ്പോഴും ഫ്രഷ് ആയിട്ട് കേൾക്കാൻ തോന്നുന്ന, ചോട് വെക്കാൻ തോന്നുന്ന ശബ്ദമാണ് ഇക്കയുടെ ശബ്ദം. താങ്ക് യു, താങ്ക് ഗോഡ്. എപ്പോഴും ഫൺ പാട്ടാണ് ഇക്കയുടെ ഒരു സ്റ്റൈൽ എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. അത് മാത്രമല്ല സ്റ്റേജിലേക്ക് കയറിയ വേറെ വൈബാണ്. ഇപ്പോഴും ഇങ്ങോട്ട് കയറി വന്നേക്കണ 25 കൊല്ലമായെന്നും പറഞ്ഞപ്പോഴത്തേക്ക് പറയാൻ ഞാൻ എൻ്റെ അമ്മേ എന്നായിപ്പോയി. ഇപ്പോഴും കൊച്ചു പോയതിനെ പോലെ ഇരിക്കണം. കൊച്ചു പിള്ളേരുടെ ഒരു വൈബാണ്, യങ്സ്റ്റേഴ്സിന്റെ ഒരു എല്ലാം കൊണ്ടും. നമ്മുടെ ഞാൻ പാടിയ പാട്ടുകളുടെ സ്റ്റൈലും പിന്നെ സ്റ്റേജിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതിന് അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും നമുക്ക് ഇപ്പോഴും ആ ഒരു അതെപ്പോഴും ഒരു പാഷൻ പോലെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പൊ ലൈഫ് സ്റ്റൈലിലും അങ്ങനെ ഒരു വൈബുണ്ട്. ലൈഫ് സ്റ്റൈലുണ്ടെങ്കിലും വീട്ടിലങ്ങനെ അധികം ആകാറില്ല. കാരണം പിള്ളേരൊക്കെ വലിയ പിള്ളേരാണ്. അപ്പം ഞാൻ കുറച്ചും കൂടി സീരിയസ് ആണ് കാര്യം. കുഴപ്പമില്ല, എന്നാലും മാക്സിമം അവരോടൊക്കെ കൂടെ എൻജോയ് ചെയ്യും ഞാൻ മാക്സിമം. സ്റ്റേജ് ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പ്രിപ്പറേഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരുങ്ങാറുണ്ടോ ഇപ്പോഴും? തീർച്ചയായിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഞാനിപ്പോൾ സിനിമയിലിപ്പോൾ ഒരു 25 വർഷമായി പാടുന്നത്. പക്ഷെ അതിനു മുമ്പേ ഗാനമേളകൾക്ക് പാടുന്നുണ്ട്. അപ്പം അന്ന് മുതലേ സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം അന്ന് സ്റ്റേജിൽ ഞാൻ കൂടുതലും അടിപൊളി പാട്ടുകളാണ് പാടണം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാവരുടെയും പ്രിയ ഗായകൻ SPB സാറിൻ്റെ പാട്ടുകളാണ് ഞാൻ പാടിയിരുന്നത്. അന്ന് അടിപൊളി പാട്ടുകൾ, തമിഴ് സോങ്സ് ഒക്കെ കൂടുതൽ പാടുമായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിക്കാനൊരു ഇൻട്രസ്റ്റ് ആണ്. സാറിൻ്റെ ഒരു പാട്ട് പുതിയത് ഡപ്പാങ്കുത്ത് പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പഠിച്ച് എങ്ങനെയെങ്കിലും സ്റ്റേജിൽ പാടണം എന്നുള്ളത്. അന്ന് രജനീകാന്ത് സാറിന് വേണ്ടി കുറേ നല്ല അടിപൊളി പാട്ടുകളൊക്കെ SPB സാറ് പാടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ സ്റ്റേജിൽ അതേപോലെ തന്നെ പെർഫോം ചെയ്യണം. അതിനുവേണ്ടി പാട്ട് കുത്തിയിരുന്ന് പഠിക്കണം. അങ്ങനെയൊക്കെ എപ്പോഴും ഒരു പാഷൻ എപ്പോഴും ഞാൻ കീപ്പ് ചെയ്യാറുണ്ട്. അതിപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. 2000-ലാണ് കേട്ടോ തുടക്കം, വല്യേട്ടൻ മൂവിയിൽ അല്ലേ? വല്യേട്ടൻ സിനിമയിലാണ് ഞാൻ ആദ്യം പാടുന്നത്. 2000 ഓണക്കാല ചിത്രമായിരുന്നു വല്യേട്ടൻ. അപ്പം അതിൽ ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് മോഹൻ സിതാര സാറിനായിട്ട് ഞാൻ വളരെ അടുപ്പമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അസിസ്റ്റൻ്റ് പോലെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, റിതം പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ദാദാ സാഹിബ് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മ്യൂസിക് ആണ് സമയത്ത് ഞാൻ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ പുള്ളിക്ക് ട്രാക്കുകൾ പാടാറുണ്ട്. സിനിമയ്ക്ക് പുള്ളി ചെയ്ത പാട്ടുകൾക്കൊക്കെ ട്രാക്ക് പാടാറുണ്ട്, കോറസ് പാടാറുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ദാദാ സാഹിബിലെ മറ്റേ അല്ലിയാമ്പൽ പൂവേ ആ പാട്ടിൻ്റെ പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരിക്കണായിരുന്നു. അപ്പോഴാണ് എൻ്റെ അടുത്ത് മോഹൻചേട്ടൻ പറഞ്ഞ് അസല് ഒരു പാട്ട് നാളെ പാടണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ട്രാക്ക് പാടാനായിരിക്കും. അപ്പോൾ പറഞ്ഞ് ട്രാക്ക് അല്ല കേട്ടോ, ഒരു സ്ട്രെയിറ്റ് സോങ് ആണെന്ന് പറഞ്ഞു. വല്യേട്ടൻ എന്ന് പറഞ്ഞ മൂവിലാണ്. പക്ഷേ ഫിലിമിൽ പാട്ടുണ്ടാവില്ല, കാസറ്റിൽ പാട്ട് വരും. അങ്ങനെ അത് പാടി. അതാണ് ശരിക്കും. പക്ഷേ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാസറ്റ് ഇറങ്ങുമ്പോൾ അതിൽ യേശുദാസ്, P ജയചന്ദ്രൻ, MG ശ്രീകുമാർ, K ചിത്ര, സുജാ ചേച്ചി, ഇവരുടെ ആ ഒരു കാലഘട്ടത്തിൽ എൻ്റെ പേരും കൂടിയാണ് വന്നത്. വല്യേട്ടൻ ഇന്നവു കണ്ണിലമ്പും വില്ലും കൊണ്ടെൻ്റെ എന്നുള്ളൊരു സോങ് ആയിരുന്നു. അത് MG ശ്രീകുമാരേട്ടനും ഞാനും കൂടിയാണ് പാടിയത്. അപ്പം അങ്ങനെയാണ് ഒരു ലേബിൾ. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഫീല്, ആ വിളി വന്നപ്പോൾ? പ്രതീക്ഷിച്ചിരുന്നു കേറാൻ വേണ്ടി കാത്തിരിക്കുന്ന? അങ്ങനെ പ്രതീക്ഷകളൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫുള്ളി അതിപ്പോൾ 2000 പ്ലേബാക്ക് പാടിയെങ്കിലും ഞാനൊരു 90 തൊട്ട് തന്നെ ഞാൻ മ്യൂസിക് ഇൻഡസ്ട്രിയിൽ പ്രോഗ്രാംസിന് പാടുന്നുണ്ട്. പിന്നെ അതേപോലെ ഞാൻ പറഞ്ഞു അസിസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് റിതം പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ട് ഞാൻ പോകാറുണ്ട്. അപ്പോൾ ഫുൾ ടൈം മ്യൂസിക്കായിട്ട് തന്നെ കൊണ്ട് നടക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ട്രാക്കുകൾ പാടുന്നുണ്ട്, കോറസ് പാടാൻ പോകാറുണ്ട്. പിന്നെ എന്തെങ്കിലും ചെറിയ കുഞ്ഞു കുഞ്ഞു വർക്കുകൾക്ക് സ്ട്രെയിറ്റ് പാടാൻ കിട്ടാറുണ്ട്, ക്രിസ്ത്യൻ ഡിവോഷനിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പക്ഷെ സിനിമയിൽ പാടുന്നൊന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം നല്ല വൻ മരങ്ങളൊക്കെ നമ്മുടെ മലയാളത്തിലുള്ള സമയത്ത് നമുക്ക് എവിടെയെങ്കിലും ചാൻസ് കിട്ടുമെന്നുള്ളതൊക്കെ ചിന്തിച്ചേയില്ല. അങ്ങനെയാണ് ഇത് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇനി അപ്പോൾ നമുക്കൊക്കെ എനിക്ക് പാടാൻ പറ്റും എന്നൊക്കെ ഒരു തോന്നൽ. അപ്പോൾ പിന്നെ കുറച്ചും കൂടി സിംഗിങ്ങിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ അത് ഒരു 2 വർഷത്തോളം കാത്തുനിന്ന് 2001 മോഹൻചേട്ടൻ്റെ തന്നെ സുന്ദരപുരുഷൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ടുണ്ടായിരുന്നു. അത് ഫീമെയിൽ സോങ് ആയിരുന്നു. അത് സ്വർണ്ണലത മാം പാടിയതാണ്. കൊഞ്ചടി കൊഞ്ചിക്കുയിലെ എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതിൻ്റെ മെയിൽ വെർഷൻ കാസറ്റിലേക്ക് വേണ്ടി ഞാൻ പാടിയത്.
പിന്നെ അതിൻ്റെ ഇടക്ക് എൻ്റെ ബ്രദറും മ്യൂസിഷ്യനായിരുന്നു. പുള്ളി മ്യൂസിക് ഡയറക്ടറുമാണ്. അങ്ങനെ പുള്ളിയുടെ കുറേ പ്രോജക്റ്റുകൾ, പുള്ളി കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ടൗൺ, പിന്നെ വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്, പിന്നെ അങ്ങനെ സ്വർണ്ണ മെഡൽ എന്ന് പറഞ്ഞിട്ട് അൻസിലൊക്കെ അഭിനയിച്ചൊരു പഴയ. അപ്പം അതിലൊക്കെ ഞാൻ പാടിയിട്ടുണ്ട്. അപ്പം അതൊരു 2000 തൊട്ട് 2001, 2002 കാലഘട്ടങ്ങളിലാണ് അതൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു നല്ലൊരു മൂവി വന്നിട്ടുണ്ടായില്ല. 2002 2002 ക്രിസ്മസ് റിലീസ്, അതായത് അവസാനം ഡിസംബർ ആയപ്പോഴാണ് കല്യാണരാമനും നമ്മളും പാടുന്നത്. രണ്ടും ഒരേ സമയം. അതിലെ എല്ലാ പാട്ടുകളും ഹിറ്റ്. അതിലൊരു 3 പാട്ട് പാടി. കല്യാണരാമനിൽ 2 പാട്ടും പാടി, നമ്മളിൽ ഒരു രാക്ഷസി എന്നുള്ളത്. 3 ഹിറ്റ്. അതായത് ഒരു നല്ലൊരു ടേക്ക് ഓഫ് ആയിരുന്നു എനിക്ക്. ഒറ്റയടിക്ക് അതെങ്ങനെയായിരുന്നു? ഇത്രയും നാള് പാടി അതിനുശേഷം വന്നിട്ട് പിന്നെ വേറൊരു ലെവല് സ്വന്തം വോയിസിൽ കണ്ടപ്പോഴത്തേക്കും ആ സമയത്ത് നല്ല സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ അവിടെ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ ഉണ്ടായി. ഇപ്പോൾ മോഹൻ സിത്താര ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ 2000 പുള്ളി വെള്ളിയേട്ടനിൽ പാടിച്ച്. അപ്പോൾ പുള്ളിക്കറിയാം എനിക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നുള്ള, അഫ്സലിന് എന്തൊക്കെ ടൈപ്പ് പാടാൻ പറ്റുന്നുള്ളതൊക്കെ പുള്ളിക്കറിയാം. പിന്നെ അതിനുശേഷം 2002 ഓഗസ്റ്റ് മാസമൊക്കെ ആയപ്പോഴാണ്, ഓഗസ്റ്റോ ജൂൺ ഒക്കെ ആയപ്പോഴാണ് കല്യാണരാമൻ്റെ കമ്പോസിങ് നടക്കുന്നത്. അപ്പോൾ ബേണി ഇഗ്നീഷ്യസ് ആണ് മ്യൂസിക്. അപ്പോൾ അവർ എന്നെ ട്രാക്ക് പാടാൻ വേണ്ടി വിളിച്ച് അങ്ങനെ ഞാൻ ലാൽ മീഡിയ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ പണ്ട് കല്ലൂരായിരുന്നു, അവിടെ ഞാൻ പോയി അങ്ങനെ പാട്ടൊക്കെ പഠിച്ച്. ഫസ്റ്റ് അതിൽ രാക്കടൽ കടഞ്ഞെടുത്ത രാഗമുത്ത് പോലെ എന്നുള്ളൊരു പാട്ട്, അതാണ് ഞാൻ ഫസ്റ്റ് ട്രാക്ക് പാടി. അപ്പോൾ ഞാൻ അന്നാണ് നമ്മുടെ ഫിലിം ആക്ടറും പ്രൊഡ്യൂസറും ലാലേട്ടനെയും പിന്നെ ഡയറക്ടർ ഷാഫി, അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ബെന്നി പി നായരമ്പല, അവരെയൊക്കെ കാണുന്നത് ആദ്യമായിട്ടാണ്. അവരൊക്കെ ഈ കമ്പോസിങ് ടൈമിലുണ്ട് അവിടെ. അങ്ങനെ ഞാൻ ഈ രാക്കടൽ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഒരു ഫ്രഷ്നെസ് ഉണ്ട് ടോണിന്. അവർ ബേണി ഇഗ്നീഷ്യസിനോട് പറഞ്ഞു, അപ്പോൾ വേണമെങ്കിൽ നമുക്ക് പുള്ളിക്ക് ഇവിടെ ഈ സിനിമയിൽ നമുക്കൊരു പാട്ട് വല്ലതൊക്കെ കൊടുക്കുക എന്നുള്ളൊരു അങ്ങനെ ഒരു ഇത് അവിടെ ഒരു സംസാര വിഷയം കേട്ടു. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അതിലെ മറ്റു പാട്ടുകളൊക്കെ ട്രാക്ക് പാടി. തുമ്പിക്കല്യാണത്തിന് എന്നുള്ള പാട്ട് പാടി, പിന്നെ കഥയിലെ രാജകുമാരൻ എന്നുള്ള പാട്ട് ട്രാക്ക് പാടി. പിന്നെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് തിങ്കളെ പൂത്തിങ്കളെ എന്നുള്ളൊരു പാട്ടുണ്ട്, ഒരു ഡുവറ്റ്സ് ഒക്കെ ആണ് മെയിൽട്ടോൺ. അത് ചിലപ്പോൾ നീ ബേണി ചേട്ടനും ഗിരീഷ് ചേട്ടനും പറഞ്ഞു ചിലപ്പോൾ നീ ആയിരിക്കും അത് ഒരു പോർഷൻ പാടേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായ നിമിഷമാണ് അത്. അങ്ങനെ ഞാനത് സ്ട്രൈറ്റ് പാടി. അത് ഞാൻ പാടിക്കഴിഞ്ഞ ശേഷം MG ശ്രീകുമാരേട്ടനും വന്ന് പാടി. ഞങ്ങൾ രണ്ടുപേരും കൂടി അത് ഫിക്സായി പാട്ട്. അതൊക്കെ കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ബേണി ഇഗ്നേഷ്യസ് അവർ വിളിച്ചിട്ട് പറഞ്ഞു ഒരു പാട്ടും കൂടി ഉണ്ട് ഇതിൽ, അപ്പോൾ നീ വന്ന് ട്രാക്ക് പാടണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നപ്പോഴാണ് കൈത്തുടി താളം എന്നുള്ള പാട്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇഗ്നേഷ്യസ് ഏട്ടൻ പറഞ്ഞ് മോനെ ഈ പാട്ട് ചിലപ്പോൾ നോർത്തിൽ നിന്ന് ആരെങ്കിലൊക്കെ ആയിരിക്കും പാടുന്നത്, അതായത് നോർത്ത് ശങ്കർ മഹാദേവൻ അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള സിംഗേഴ്സൊക്കെ ആയിരിക്കും പാടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വെരി ഗുഡ്, നല്ല ഉഗ്രം പാട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാനതിങ്ങനെ ട്രാക്ക് പാടിക്കഴിഞ്ഞപ്പോൾ ഇവർ ബേണി ഇഗ്നീഷ്യസ് അവരെന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്, അവർക്ക് ഓക്കെയാണ് ഞാൻ പാടുന്നത്. ഇപ്പോൾ ലാലേട്ടനും ഷാഫി അവരൊക്കെ എന്താണെന്ന് ഇപ്പോൾ ലാലേട്ടൻ പറഞ്ഞു ഇത് വേറെ ആരെ കൊണ്ടും പാടിക്കണ്ട, ഇപ്പോൾ അഫ്സലിനെ കൊണ്ട് തന്നെ പാടിക്കാം. അങ്ങനെയാണ് കൈത്തുരി താളം എന്നുള്ള പാട്ട് ആ സിനിമയിൽ. അപ്പം ഒരു മേജർ സിനിമയിൽ 2 പാട്ട് പാടാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതിൽ കൈത്തുടി താളം വേറെ റേഞ്ചും ആയിരുന്നു. അങ്ങനെ പാടിയിരിക്കുന്ന സമയത്താണ് കമൽ സാർ ഒരു ദിവസം ലാൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ ലാലേട്ടന് ഈ പാട്ട് കൈത്തുടി താളം നമ്മുടെ ഒരു പുതിയ സിംഗർ വന്നിട്ട്, അപ്പോൾ സെയിം ടൈമിൽ കമൽ സാറ് നമ്മൾ ഡയറക്റ്റ് ചെയ്യാൻ പോണേ ക്രിസ്മസ്. അപ്പോൾ അതിലും അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പോൾ അത് മ്യൂസിക് മോഹൻ സിത്താരയാണ്. അപ്പോൾ മോഹൻ സിത്താരൊക്കെ എന്നെ മോഹൻ ചേട്ടൻ എന്നെ നേരത്തെ അറിയാം, 2000 തൊട്ട് ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യണോണ്ട് അറിയാം. അങ്ങനെ രാക്ഷസി ഞാനും ഫ്രാങ്കോവും കൂടി ചേർന്ന് പാടി. കൈത്തുടി താളത്തിട്ട് അഫ്സൽ എന്ന സിംഗറിനോട് അടിച്ചുപൊളി അല്ലാത്തൊരു പാട്ട് എന്നുള്ള രീതിയിൽ ചോദിച്ചാൽ എങ്ങനെയുള്ള പാട്ടുകളായിരിക്കും പാടാൻ ഇഷ്ടം? എനിക്ക് ആദ്യമേ കിട്ടിയത് അടിപൊളി പാട്ടുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്രാൻഡിങ് ഉണ്ടായിരുന്നു. അഫ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി. ഇപ്പോഴും സ്റ്റേജിലേക്ക് എല്ലാവരും പ്രിഫർ ചെയ്യണ അഫ്സൽ എന്നുള്ള സിംഗറെ മെലഡി കേൾക്കാനല്ല, അടിപൊളി പാട്ടുകൾ കേൾക്കാൻ തന്നെയാണ്. അപ്പം അത് കീപ്പ് ചെയ്തുകൊണ്ട് ഞാൻ എപ്പോഴും എന്നാലും കുറച്ച് നല്ല മെലഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ എനിക്ക് പാടാൻ എനിക്കിഷ്ടമുള്ള കുറേ ദാസാറിൻ്റെയും SPB സാറിൻ്റെയും ശ്രീകുമാരേട്ടനും ജയേട്ടനൊക്കെ പാടിയിട്ടുള്ള പാട്ടുകൾ ഞാൻ സ്റ്റേജിൽ പാടാറുണ്ട്. പിന്നെ എല്ലാം പാടണം എന്ന് തന്നെയാണ് ആഗ്രഹം. എല്ലാത്തിനും ട്രൈ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്, അതൊക്കെ അവിടെ നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പാടി തൃപ്തിപ്പെട്ട് അവിടെ നിൽക്കും. അഫ്സലിക്കടൻ ദിലീപിന് വേണ്ടിയിട്ട് പാടുന്ന പാട്ടുകളെല്ലാം
ഹിറ്റുകളാവുന്നത്? നിങ്ങൾ അങ്ങനെ ഒരു കോംബോയും കൂടെ ഉണ്ടായിട്ടുണ്ട്, അതിനെ പറ്റി ഒന്ന് പറയാമോ? ദിലീപേട്ടന് ആദ്യം എൻ്റെ വോക്കൽസ് വരുന്നത് കല്യാണരാമനിൽ തന്നെയാണ്. കൈത്തൊടി താളം എന്നുള്ള സോങ് ശരിക്കും ഒരു ലാസ്റ്റ് സോങ് ആണ്, സിനിമയിലെ ഒരു ഫിനാലെ സോങ് ആണ്. അത് കുഞ്ചാക്കോ ബോബനാണ് അത് ചെയ്തേക്കുന്നത്. പക്ഷെ തിങ്കളെ പൂത്തിങ്കളയിൽ ശ്രീകുമാരേട്ടൻ്റെ വോയിസാണ് കൂടുതലും ദിലീപേട്ടൻ ചെയ്തേക്കുന്നത്. പക്ഷെ ചില പോർഷൻസ് ഒക്കെ എൻ്റെ വോയിസിലും പുള്ളി ചെയ്തിട്ടുണ്ട്. എൻ്റെ വോയിസിന് കൂടുതൽ ചെയ്തേക്കണ ലാലേട്ടനായിരുന്നു ആ സിനിമയിൽ, തിങ്കളെ പൂത്തിങ്കളയിൽ ചെയ്ത്. അങ്ങനെ വർക്കൗട്ടായി. പിന്നെ അതിനുശേഷം എനിക്ക് തോന്നണ റൺവേലാണെന്ന് തോന്നണു, ഷാബ ഷാബ എന്നുള്ള പാട്ട്, റൺവേല. അത് ജോഷി സാറിൻ്റെ സിനിമ, അത് സുരേഷ് പീറ്റേഴ്സ് ആയിരുന്നു മ്യൂസിക്. അതിലാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. അവിടെ നിന്നാണ് ശരിക്കും അങ്ങനെ ഒരു കോംബോ വർക്കൗട്ടായി തുടങ്ങിയത് ശരിക്കും. അപ്പോൾ ദിലീപേട്ടന് വേണ്ടി മോസ്റ്റ് ഓഫ് ഓൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ചോയ്സ് വരുന്ന ശങ്കർ മഹാദേവൻ സാറും. കാരണം അതിനു മുമ്പ് മറ്റേ നമ്മുടെ മീശ മാധവൻ ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പോൾ അതിൽ മറ്റേ ചിങ്ങമാസം വന്നു ചേർന്ന ശങ്കർ സാറാണ് പാടിയേക്കുന്നത്. അപ്പം അടിപൊളി പാട്ടുകൾ എന്ന് പറയുമ്പോൾ ശങ്കർ സാറ് അല്ലെങ്കിൽ ഉദിത് നാരായണൻ സാറാണ്, ചിലമ്പൊലിക്കാറ്റ്, CID മൂസ. അപ്പം ഫസ്റ്റ് പ്രിഫറൻസ് അവർക്കായിരുന്നു ശരിക്കും ദിലീപേട്ടൻ്റെ സിനിമകളിൽ പെപ്പി നമ്പർ സോങ്സ്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ചാൻസ് എനിക്കും കിട്ടി ഷാബ ഷാബ പാടിയ ശേഷം. പിന്നെ അതിന് ശേഷം ഉള്ള സിനിമകളിലൊക്കെ അവർ പാടുന്നതിൻ്റെ ഒപ്പം തന്നെ എനിക്കും കുറച്ച് അദ്ദേഹത്തിന് വേണ്ടി ലീഡ് ചെയ്യുന്ന കുറച്ച് പാട്ടുകൾ ചെയ്യാൻ പറ്റി. ഈ അന്യഭാഷ സിനിമകൾ ഇത് ചെയ്യുമ്പോൾ ഡബ് ചെയ്ത് മറ്റു ഭാഷയിലെ പാട്ടുകൾ നമ്മുടെ മലയാളത്തിന് വേണ്ടി ഡബ് ചെയ്ത് തെലുങ്ക് സിനിമകൾ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹിറ്റ് ആവണമെങ്കിൽ ഇത്തിരി പാടാണ്. കാരണം കേട്ടാൽ തന്നെ അത് ക്രിഞ്ചാണ് ഒന്നാമത്തെ കാര്യം. പക്ഷെ അവിടെയും ചേട്ടൻ ഹിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഐ എം വെരി സോറി എന്ന പാട്ട്, അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു മറ്റതിനേക്കാളും കേൾക്കാൻ ഇഷ്ടം അഫ്സലിക്ക പാടിയേക്കുന്നതാണ്. അതൊന്ന് പാടാമോ? പണ്ട് ഈ പറഞ്ഞ മൊഴിമാറ്റ ചിത്രങ്ങളൊക്കെ പണ്ട് ഗീതാഞ്ജലി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിട്ട് പണ്ട് നാഗാർജുന അഭിനയിച്ചു. അതിൽ നമ്മൾ ആദ്യം ആയിട്ട് കേൾക്കുന്ന പാട്ട് ഓ പ്രിയ എന്നുള്ള പാട്ടാണ്. ഓ പ്രിയ പ്രിയ, അതാണ് മലയാളത്തിൽ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അത് ശരിക്കും തെലുങ്ക് സിനിമയായിരുന്നു. പിന്നെ തമിഴിലും ഉണ്ട്, പിന്നെ മലയാളത്തിലും കന്നഡയിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മയിൽ തമിഴ് മീൻസ് മൊഴിമാറ്റ ചിത്രങ്ങളിൽ ഫസ്റ്റ് കേൾക്കുന്ന പാട്ട് ഈ പാട്ടുകളാണ്, ഇതിലെ പാട്ടുകളാണ്. അതിൽ കുറേ നല്ല പാട്ടുകളുണ്ട്. അതിൻ്റെ മലയാളങ്ങളൊക്കെ എല്ലാം നല്ല പാട്ടുകൾ. കാവ്യങ്ങൾ പാടുമോ തെന്നലേ, അങ്ങനെ. പിന്നെ അങ്ങനെ അതിൽ തന്നെ കുറേ എല്ലാ പാട്ടുകളും അന്ന് എൻ്റെയൊക്കെ ഒരു ടീനേജ് സമയത്താണ് ഈ ഫിലിം ഇറങ്ങുന്നത്. അപ്പോൾ ഈ കാസറ്റ് മലയാളം, അത് SPB സാറാണ് എല്ലാം പാടിയേക്കണം, മലയാളം പാടിയേക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു അട്രാക്ഷനായിരുന്നു അത് കേൾക്കാൻ. പിന്നെ അതിന് ശേഷം ഇങ്ങനെ അല്ലു അർജുൻ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാനും പാടുന്നത് കണ്ടപ്പോൾ അങ്ങനെ എന്നെയും പാടാൻ വിളിച്ചു. അങ്ങനെയാണ് ഐ ആം വെരി സോറി. അതിൻ്റെ പ്രൊഡ്യൂസർ ഖാദർ ഹസനായിരുന്നു. ഇവിടെ മൊഴിമാറ്റ ചിത്രങ്ങൾ കൂടുതൽ എടുത്തിരുന്നത്. അത് പുള്ളിയുടെ പേര് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയാണ് അതിന് കൂടുതൽ ഇനീഷ്യേറ്റീവ് എടുത്തേക്കണം. കാരണം എന്നെ അങ്ങനെ പാടിക്കണം, ഇങ്ങനെ മലയാളം മൊഴിമാറ്റ ചിത്രങ്ങൾക്ക് അഫ്സലിൻ്റെ വോയിസ് യൂസ് ചെയ്യാമെന്ന് ഒരു കണ്ടുപിടിച്ച തന്നെ പുള്ളിയാണെന്ന് എനിക്ക് തോന്നി. കാരണം അങ്ങനെ ഐ ആം വെരി സോറി ഞാൻ പാടി. അത് ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഒരു ഹിറ്റായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അല്ലു അർജുന് വേണ്ടി ചെമ്പനീർ പൂവ് എന്നുള്ളൊരു പാട്ടുണ്ട്. അത് ഇന്നും ഭയങ്കരമായിട്ട് ഞാൻ ചില സ്റ്റേജുകളിലൊക്കെ പാടാറുണ്ട്. ചെമ്പനീർ പൂവ് ശരിക്കും ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഇത്രയും നാൾ അടിച്ചുപൊളി പാട്ട് പാടിക്കൊണ്ടിരുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പെട്ടെന്ന് ഒരു മെലോഡിയസ് ഒരു റൊമാൻറ്റിക് സാധനം നിങ്ങൾക്ക് കിട്ടി. ഒന്ന് പാടാവോ? അത് ഇക്കയുടെ ഫാമിലി തന്നെ ഒരു മ്യൂസിക് ഫാമിലി ആയിരുന്നു അല്ലെ? ചേട്ടനും സജീവമായിട്ട് മ്യൂസിക്കിലുണ്ടായിരുന്ന ആളാണ്. ഫാദറിന് മ്യൂസിക്, അതൊന്ന് പറയാം. ഫാദർ എനിക്ക് തോന്നുന്നു പഴയ കൊച്ചിയിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിഷ്യനായിരുന്നു. വളരെ പഴക്കമുള്ള ഇക്ബാൽ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞ് കൊച്ചിയിൽ ക്ലബ്ബുണ്ട്. എനിക്ക് തോന്നുന്നു 1944 ആ ക്ലബ്ബ് ഫോം ചെയ്തത്. ആ കാലഘട്ടത്തിലുള്ള ആളാണ് ഫാദർ. അപ്പം അന്ന് കുറേ നാടകങ്ങൾക്ക്, ഡ്രാമകൾക്കൊക്കെ ഫാദർ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം കുറേ ഡിവോഷണൽ, അതായത് മുസ്ലിം ഡിവോഷണൽ സോങ്ങുകളൊക്കെ പുള്ളി മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ. അപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ ഫാദർ ഹാർമോണിയായിട്ട് പാട്ടുകൾ പാടുന്നതും കമ്പോസ് ചെയ്യുന്നതൊക്കെയാണ് എൻ്റെ കുഞ്ഞിലെ എനിക്കൊരു 3 വയസ്സ് തൊട്ട് ഞാൻ കാണുന്നത് അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് 6 ബ്രദേഴ്സ്, 7 ബ്രദേഴ്സും, ഞങ്ങൾ 7 ആണുങ്ങൾ, അതായത് 6 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും
എല്ലാവരും ഫാദറിൻ്റെ മ്യൂസിക് കേട്ടാണ് എല്ലാവരും വളർന്നത്. സിസ്റ്റർ പാടുമായിരുന്നു. പിന്നെ ഷക്കീർ എന്ന് ഞാൻ പറഞ്ഞില്ല, അതിലെ മ്യൂസിക് ഡയറക്ടർ ഷക്കീർ ഖാൻ ആണ് പ്രൊഫഷണലി മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. 1980 തൊട്ട് ഒരു 12 വർഷക്കാലം ദാസാറിൻ്റെ കൂടെ കോങ്കോ ഡ്രമ്മറായിരുന്നു പുള്ളി. പിന്നെ മ്യൂസിക് ചെയ്യുമായിരുന്നു. പിന്നെ എൻ്റെ നേരെ മൂത്ത ബ്രദറുണ്ട് അൻസാർ, പുള്ളിയും നല്ലൊരു സിംഗറാണ്. മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ, അതായത് ദൂരദർശൻ ചെയ്ത ഹംസധ്വനി എന്ന് പറഞ്ഞൊരു റിയാലിറ്റി ഷോ, അതിൽ ഗോൾഡ് മെഡൽ വിന്നറാണ് എൻ്റെ നേരെ മൂത്ത ബ്രദർ അൻസാർ. ഷക്കീർ എന്നുള്ള ബ്രദർ ഇപ്പോൾ 1 വർഷം മുമ്പ് മരണപ്പെട്ട അദ്ദേഹം. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗോഡ് ഫാദർ പുള്ളിയാണ്. കാരണം പുള്ളി എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനെയും പുള്ളിയുടെ ബന്ധങ്ങളെയൊക്കെ എന്നെ പരിചയപ്പെടുത്തുന്നത് പുള്ളിയാണ്. എന്നെയും എൻ്റെ നേരെ മൂത്ത ബ്രദർ അൻസാറിനെയൊക്കെ പരിചയപ്പെടുത്തുന്നത് അദ്ദേഹമാണ്. പെരുന്നാൾ വരികയാണ് അല്ലേ? അപ്പം പെരുന്നാൾ ഇക്ക തന്നെ പറഞ്ഞായിരുന്നു വീട്ടിൽ കുറച്ച് മെച്ചോറാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രമേ ഉള്ളൂ. അങ്ങനല്ല, വീട്ടിലിപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ വൈഫ് 4 മക്കളാണ് എനിക്ക്. 3 പെൺകുട്ടികൾ, ഒരാണ്. മൂത്ത മോളുടെ കല്യാണം കഴിഞ്ഞ്. അപ്പം അതിന് ഒരു സീരിയസ് വേണ്ടേ? അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ പേരക്കുട്ടികൾ 2 ഉണ്ട്. അവരൊക്കെ മ്യൂസിക്കിനോട് ഇഷ്ടമാണ്. പിന്നെ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മക്കള് അവരൊക്കെ കൂടുതലും പുതിയ ജനറേഷൻ മ്യൂസിക് കേൾക്കാനാണ് അവർക്ക് ആഗ്രഹം, കൂടുതൽ ഇഷ്ടം. ഇപ്പം നമ്മളെല്ലാവരും ഒരു വണ്ടിയിൽ കയറുന്ന സമയത്ത് പിള്ളേര് മറ്റേ ബ്ലൂടൂത്തിൽ ഇടുന്ന ഏറ്റവും പുതിയ ചിലപ്പോൾ വേടൻ പാടിയതോ അല്ലെങ്കിൽ ഡബ്സി പാടിയതോ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും പാടിയതൊക്കെ പിള്ളേരിടുള്ളൂ. എൻ്റെ പാട്ടൊന്നും ഇടൂല. അതൊരു കാരണമല്ല, അത് ഓരോ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളാണത്. അത് ഞാൻ അതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അല്ലാതെ അതിലൊരു ഈഗോയുടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ 2000 വന്നപ്പോൾ ഞാൻ ആ സമയത്ത് ന്യൂ ജനറേഷൻ ആയിരുന്നു അന്ന്, അല്ലേ? എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷനൊക്കെ എന്തെങ്കിലും പാട്ട് പാടാൻ അവർ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ചിലപ്പോഴൊക്കെ അത് നമ്മളിപ്പോൾ എൻ്റെ ഫാമിലി മാത്രമല്ല, ഇപ്പം ഞങ്ങൾ എല്ലാവരും കൂട്ടുകുടുംബമാണ് ശരിക്കും. എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കൾ പാട്ടുകാരുണ്ട് അവിടെ. അപ്പം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് പാടാൻ അവസരം കിട്ടൂല, അവർക്കായിരിക്കും കൂടുതൽ കിട്ടും. ശരിയാണ്, കാരണം അവരാണ് കൂടുതൽ പാടുന്നത്. അപ്പൊ നമ്മളവിടെ കാരണവന്മാരാണ്, ആ പിള്ളേര് പാടട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിൽക്കും. അപ്പൊ അതിന്റെ ഇടയിൽ എന്തെങ്കിലും ചിലപ്പോ എന്റെ സിസ്റ്റർ വന്നിട്ട് എടാ ഒരു പാട്ട് പാടെന്ന് പറയുകയാണെങ്കിൽ നമ്മളവിടെ ഒരു പാട്ട് പാടും. അവരൊക്കെ വിലയിരുത്താറുണ്ടോ? കാരണം എല്ലാവർക്കും മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട്. എല്ലാവർക്കും ബന്ധമുണ്ട്, എല്ലാവരും വരും. എല്ലാവർക്കും അതിനെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, നല്ലത് പറയാറുണ്ട്. പിന്നെ അങ്ങനെ എല്ലാം ഉണ്ട്. ഓക്കെ, ഇക്ക റംസാൻ ആണ് വരുന്നത്. ഇക്കയുടെ റംസാൻ വിശേഷങ്ങൾ പ്രേക്ഷകർ കേൾക്കാനായിട്ട്. റംസാൻ നടന്നുകൊണ്ടിരിക്കണേ, നമുക്ക് പെരുന്നാളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. റംസാൻ തീർച്ചയായിട്ടും എൻ്റെ ചെറുപ്പം മുതലേ വീട്ടിൽ അതിനൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരുന്നു. ഫാദറൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ഞങ്ങളെയൊക്കെ കൊണ്ട് ചെറുപ്പം വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ നോമ്പ് പിടിപ്പിക്കുമായിരുന്നു. അതിന്നും അങ്ങനെ ആ ഒരു ശീലം ആയതുകൊണ്ട് ഇപ്പോഴും അത് ഞാൻ തുടർന്നു കൊണ്ടുപോകുന്നുണ്ട്. മാക്സിമം 30 ദിവസം നോമ്പ് പിടിക്കാൻ ശ്രമിക്കും. പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഞാൻ നോമ്പ് പിടിച്ചിട്ട് തന്നെ പോകും. റെക്കോർഡിങ്സ് ആണെങ്കിലും ഇപ്പം ഇന്നലെ ഒക്കെ റെക്കോർഡിങ് ഉണ്ടായി, അതൊക്കെ ഞാൻ നോമ്പ് പിടിച്ചിട്ടാണ് പോയി ചെയ്യുന്നത്. മക്കളെല്ലാവരും പിടിക്കും. അവർ എൻ്റെ കാരണവന്മാർ ചെയ്ത പോലെ തന്നെ ഞാൻ എൻ്റെ മക്കളോടും പറയാറുണ്ട്. അപ്പം അത് നമ്മുടെ ഒരു പാർട്ട് ഓഫ് നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥനകളും കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ പെരുന്നാൾ വരുമ്പോൾ അത് ഒരു ആഘോഷമാണ് എല്ലാവർക്കും. മോസ്റ്റ് ഓഫ് ഓൾ പെരുന്നാളിന് ഞാൻ വീട്ടിലുണ്ടാവാറില്ല, എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ആയിട്ട് ഗൾഫ് നാടുകളിലൊക്കെ പോകാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ വീട്ടിലുണ്ട്. അപ്പം അതിൻ്റെ ഒരു സന്തോഷവും ഉണ്ട്. എന്തായാലും എല്ലാവർക്കും പെരുന്നാളിൻ്റെ ആശംസകൾ. താങ്ക് യു വെരി മച്ച്. നല്ലൊരു ടൈമായിരുന്നു, നല്ലൊരു ചാറ്റായിരുന്നു. താങ്ക് യു. അപ്പം പെരുന്നാൾ പ്രമാണിച്ച് ഇക്കാടെ ഒരു പെരുന്നാൾ സ്പെഷ്യൽ സോങ്. ശൗവാൽ പിറ തെളിയുമ്പോൾ വ്രതമെടുത്ത ഹൃദയത്തിൽ എത്ര വികാരങ്ങൾ തഫുമുട്ടുന്നു. ശൗവാൽ പിറ തെളിയുമ്പോൾ വ്രതമെടുത്ത ഹൃദയത്തിൽ എത്ര വികാരങ്ങൾ തഫുമുട്ടുന്നു. ചെറിയ പെരുന്നാളിൻ്റെ വരവിൻ്റെ ആഘോഷം, വിട പറയും റമദാൻ്റെ വിരഹവിഷാദം, നന്മയുടെ വാസന്തം, സ്വന്തമായ സന്തോഷം,
ഇനി എന്ന പൂക്കാലം എന്നുള്ള സന്താപം വിശപ്പിൻ്റെ നോവറിയും പകലിൻ്റെ ചുടുബാഷ്പം പിശുക്കിൻ്റെ മനസ്സലിയും കനിവിൻ്റെ ആഘോഷം കനിവിൻ്റെ ആഘോഷം. ഗംഭീര എപ്പിസോഡായിരുന്നു ഇന്നല്ലേ. നല്ല പാട്ടൊക്കെ കൊണ്ട് മൊത്തത്തിൽ അടിച്ചുപൊളി വൈബായിരുന്നു. എന്തായാലും അടുത്ത ആഴ്ച ഇതിലും ഗംഭീര എപ്പിസോഡായിട്ട് ഞാൻ വരുവേ. പിന്നെ എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതെല്ലാം സോഷ്യൽ മീഡിയ പേജ് വഴി ഞങ്ങളോട് പറയാവുന്നതാണ്. എന്ന് മാത്രമല്ല, ഗസ്റ്റുകളെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റുകളോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളെക്കുറിച്ചോ ഉള്ള സജഷൻസ് എല്ലാം സൂര്യ ടി വിയുടെ സോഷ്യൽ മീഡിയ പേജസിലൂടെ ഞങ്ങളോട് അറിയിക്കുക. അപ്പോൾ പറഞ്ഞതുപോലെ അടുത്ത ആഴ്ച കാണാം. ബൈ.